मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹണി അങ്ങോട്ട് നോക്ക്, എന്ത് നല്ല സ്ഥലമായത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ സംശയമുണ്ടോ? ഗായ്സ്, എനിക്കൊരു മീറ്റിംഗിന് വേണ്ടി ഐസ്ലാൻഡിലേക്ക് പോകണം. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയാലോന്നാ. നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടോ? സുഹൃത്താൻ എവിടെ പോയി? അവനോട് പറയണം നമ്മൾ ഐസ്ലാൻഡിലേക്ക് പോവുകയാണെന്ന്. നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടണം. അതുകൊണ്ട് എല്ലാരും നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ. സുഹൃത്താറെ, നിനക്കൊരു കാര്യം അറിയോ? മേഡത്തിന്റെ ഐസ്ലാൻഡ് സെമിനാറിലേക്ക് നമുക്കും പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇത് കൊള്ളാലോ. ഇതെന്തായാലും ഒരു നല്ല ന്യൂസ് തന്നെയാ. ഐ എം സോ എക്സൈറ്റഡ്. സുഹൃത്താറെ, നിനക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിൽ എത്ര സന്തോഷമാ അല്ലേ? നീയാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഇല്ല, ഞാനും നിങ്ങളോടൊപ്പം അവിടേക്ക് വരികയാണ്. അതെയോ? എന്നാൽ മേഡം ഞങ്ങളോട് പറഞ്ഞത് ജോർദാർ ഇവിടെ നിന്ന് വീട് നോക്കിക്കോട്ടെ. സത്യമായിട്ടും അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോകുന്നില്ലേ? എടാ ജോർദാറെ, ബണ്ണി ചുമ്മാ തമാശ പറഞ്ഞതാ. നമ്മൾ എല്ലാവരും പോവാ. എന്താ ഇത്? എല്ലാവരും ഇവിടെ കിടന്ന് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? വേഗം ആവട്ടെ. അതെ, ഞാൻ അവിടെ സെമിനാറിൽ എന്റെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണണം. ഓക്കേ? നിങ്ങൾ അവിടേക്ക് വരുമ്പോ ചൂട് തരുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും എടുക്കാൻ മറക്കരുത്. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. കാണാൻ ഭൂതത്തെ പോലെയുണ്ട്. സംശയമുണ്ടോ? കൊച്ചളിയ, വസ്ത്രങ്ങളെല്ലാം നീ നശിപ്പിച്ചു. നിന്നെ ഞാൻ ഇന്ന് വിടില്ല. നിക്കടാ അവിടെ. എവിടേക്കാ ഓടുന്നേ? കൊച്ചളിയ, ഇതിനകത്ത് ഭയങ്കര ചൂടാണെന്നേ. ചൂടുള്ള വസ്ത്രം വെച്ചാ തീ പിടിക്കില്ലേ? എത്രയും പെട്ടെന്ന് ബാഗ് എല്ലാം പാക്ക് ചെയ്യേ. കുട്ടികളെ, പോകാൻ നിങ്ങൾ റെഡിയായോ? Yes, madam. ശരി, എന്നാ പുറപ്പെടും. നമുക്ക് പോകാം ഐസ്ലാൻഡ്. Yes. സോറി കൊച്ചളിയ. എന്ത് സോറി? പുറത്തേക്ക് വന്ന് അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് വരുന്ന എന്തിനാ? എറിഞ്ഞു കളിക്ക്. എടേ, എറിയുമ്പോ സൈസ് ഒന്ന് നോക്കി എറിയടേ. ഓ, നമുക്കിവിടെ ഐസ് കൊണ്ടുള്ള ബോൾ ഉണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് കട തുറന്നത് വിൽക്കാം. കഴുതേ, ഐസ് എങ്ങനെ എടുത്തോണ്ട് പോവാൻ പറ്റില്ല. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കൊണ്ടുപോവാന്നേ. നിന്റെ തലക്കകത്ത് വെച്ച് കൊണ്ടുപോ. അതിനകത്ത് ഒന്നുമില്ലല്ലോ. സംശയമുണ്ടോ? വരൂ, നമുക്ക് എല്ലാവർക്കും സ്കിം ചെയ്യാം. നിങ്ങളൊക്കെ പോയിക്കോ. ഞാൻ ഇവിടെ സ്ട്രോബെറി ഉണ്ടോ എന്ന് നോക്കിട്ട് വരാം. സംശയമുണ്ടോ? ഈ ഹണി ഇത് എവിടെ പോയതാ? ഞാൻ പോയി നോക്കിട്ട് വരാം. ഹണി,
ഹണി, ഇവൻ എവിടേക്ക് പോയെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഹണി, ഹണി, ആ, 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 എന്റെ പുറത്താണോടാ സവാരി ചെയ്യുന്നേ? സോറി സർ, ഞാനേതോ പാറയെന്ന് വിചാരിച്ചിരുന്നു പോയതാണ്. മനുഷ്യർക്ക് പോലും ഇത്രയ്ക്ക് ധൈര്യം വരില്ല. സാർ, ഞാൻ മനുഷ്യരല്ല, അത് മനസ്സിലാക്കൂ. അറിയാതെ ഇങ്ങോട്ട് വന്നു പോയതാ. ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതാ. ഇപ്പൊ എന്റെ കൂട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അത് ശരി, അപ്പൊ നിന്റെ ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലേ ഇവിടെ. ആദ്യം നിനക്കിട്ട് ഞാനൊരു പണി തരാം. എന്നിട്ട് നിന്റെ കൂട്ടുകാരെ എല്ലാം കണ്ടുപിടിച്ച് അവർക്കുള്ളത് അവർക്ക് കൊടുത്തേക്കാം. എന്ത്? എടാ, നിക്ക്. ഇനി നിനക്ക് ഓടാൻ പറ്റില്ല. നിന്റെ കൂട്ടുകാരെയും ഞാൻ ഉടൻ തന്നെ പിടിക്കും. എടാ, ഈ അണിയെ കാണുന്നില്ലല്ലോ, എവിടെ പോയതാ? ഹണി, രക്ഷിക്കേ, രക്ഷിക്കേ, പ്ലീസ് എന്നെ രക്ഷിക്കേ, അങ്ങോട്ട് നോക്ക്. രക്ഷിക്കേ. അവിടെ എന്തെടുക്കേടാ വിഡി? കൊച്ചളിയ, ചില സമയത്ത് തന്നെ കഴുതാന്ന് വിളിക്കും, ചിലപ്പോ വിഡ്ഡി. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കേ. ഞാനിതിൽ ആരാണെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. ഇല്ല ബോ, ഇവനെന്താ ചെയ്യാ? താഴേക്ക് ഇറക്കാം. സംശയമുണ്ടോ? എടാ, നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എടാ, നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഇവിടെ ഒരു വലിയ പോളർ ബീറുണ്ട്. അത് വളരെ ആപത്ത് കൂടിയതാ. നമ്മളെ എല്ലാരും അത് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? നമുക്ക് അവനെ ആരാണെന്ന് പോലെ അറിയില്ലല്ലോ. അവന്റെ ഏരിയക്കകത്ത് നമ്മൾ വന്നതല്ലേ. നിനക്ക് പാർട്ടി തരും. സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. എന്ന് അവനോട് പറഞ്ഞേക്ക്. എല്ലാം ചൂടായിരിക്കണം, ഭയങ്കര തണുപ്പാ. എടാ കഴുതേ, അവന്റെ കൈ കിട്ടിയ നമ്മൾ ചമ്മന്തിയാവും. വേഗം പോവാം, വാ. ഓ, അതാ അവൻ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്തായാലും വലിയ തെറ്റായി പോയി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ മനസ്സിലായോ? ചേട്ടായി, നിങ്ങളുടെ ചിരി കാണാൻ സത്യത്തിൽ നല്ല രസമുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ചിരിച്ച് കാണിച്ചേ പ്ലീസ്. കുറെ ദിവസമായി ആരുടെയെങ്കിലും കൂടെ ഒന്ന് കളിച്ചിട്ട് എന്നെ പേടിച്ചിട്ടാണെങ്കിൽ ആരും ഇങ്ങോട്ട് വരുന്നുമില്ല. ഇന്ന് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തേക്കാം. വാവ്. എടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങോട്ട് പോവാൻ വഴിയില്ല. ഇവിടെ നിന്ന് മാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ സംശയമുണ്ടോ? കൊള്ളാം, നിങ്ങളുടെ ചിരി കണ്ടിട്ട് എനിക്ക് കൊതിയാവുക. ഒന്നുകൂടെ എനിക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു കാണിക്കുവോ പ്ലീസ്? എടാ, ഞങ്ങളെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് പറയടാ. ഇവിടുന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ന് ഞാൻ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഇവനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ തനിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാം. എന്താ ക്ഷീണിച്ചു പോയോ നിങ്ങള്? ഇവിടെ 2 കരടിയുണ്ടോ കൊച്ചളിയ? കഴുതേ, ഇതത് തന്നെയാ. ഇപ്പുറത്ത് വന്നിരിക്കുക. ഇവന്റെ അടുത്ത് നമ്മുടെ കളി ഒന്നും തന്നെ നടക്കില്ല. നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ, ഇത് നമ്മളോട് അതിന്റെ പവർ കാണിക്കുക. വിട്ടേക്ക് കൊച്ചളിയ, നമ്മളോടല്ലേ പവർ കാണിക്കുന്നേ. നമുക്കങ്ങ് ക്ഷമിച്ചേക്കാന്നേ. എനിക്ക് ഐഡിയ കിട്ടി. ഐഡിയ നമ്പർ 55. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങളോടല്ലേ നീ കളിച്ചത്? ഇനി കളി കണ്ടോ? ദയവായി ഒന്ന് മതിയാക്ക്. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ കുറിച്ച് എല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് മാപ്പ് തരൂ. നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതുവരെ എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. കൊള്ളാം,
ഞങ്ങള് നിന്നെ തോൽപ്പിച്ചെന്നോ, പക്ഷെ ഞങ്ങളത് അറിഞ്ഞു പോലും ഇല്ല. നമ്മൾ കൂട്ടുകാരായല്ലോ. ഇനി ഇവിടുന്ന് ഞങ്ങൾ പുറത്തു പോകേണ്ട വഴി കൂടെ പറഞ്ഞു തരൂ കൂട്ടുകാരാ. തീർച്ചയായും ഞാൻ നിങ്ങളെ പോകേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കാം. താങ്ക് യു കൂട്ടുകാരാ. ഓയ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ ദിവസം? അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് നന്നായിട്ട് ഒരു കളി കളിച്ചു. സംശയമുണ്ടോ? ഹാ, ഞങ്ങൾ സ്കിം ചെയ്ത് നന്നായിട്ട് കളിച്ചു. അതെ, ആദ്യം ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, പിന്നെ കരടിയുടെ കയ്യിൽ നിന്ന് ഇടികൊണ്ടു. എന്ത്? മാഡം, അതിന്റെ അർത്ഥം എന്തെന്നാൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നാണ്. നല്ല രസമായിരുന്നു. ഒരു കുഴപ്പമില്ല, എല്ലാം വിട്ടേക്കൂ. നാളത്തോടെ എന്റെ ജോലികളെല്ലാം അവസാനിച്ചു. നാളെ മുതൽ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. യെസ്, അടിച്ചു പൊളിക്കാം. എന്തോന്ന് അടിച്ചു പൊളിക്കാന്ന് നീ പറയുന്നേ? അവിടെ ആ കരടി ഉണ്ട്, മറക്കണ്ട. പക്ഷെ അവൻ നമ്മുടെ കൂട്ടുകാരനാണല്ലോ. കഴുതേ, അവൻ തനിച്ച് താമസിക്കുന്നവനാ. അവനെ പോലെ ഇവിടെ എത്ര പേരുണ്ടെന്ന് നിനക്കറിയോ? അവരുടെ കൈ കിട്ടിയാ? അതെ, ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലല്ലോ. അല്ല, അവിടെ എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ എന്റെ കൂടെ നിങ്ങൾ വരുന്നോ സ്കിൻ ചെയ്യാൻ? ഇല്ല.